നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നാൽ ഇന്ന് ഈ ലോകത്ത് ഒരുപാട് കലുഷിതമായ സാഹചര്യങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നബിതങ്ങൾ വന്നാൽ ഈ നമ്മുടെ ലോകത്തുണ്ടാവുന്ന സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നബിതങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക? ഇന്നിപ്പോ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, നടന്നു കഴിഞ്ഞ യുദ്ധങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല യുദ്ധങ്ങളും പഴിചാർക്കുന്നത് മതങ്ങളുടെ പേരിലാണ്. നമുക്കറിയാം, സെപ്റ്റംബർ 11 ഈ മാസം കഴിഞ്ഞ 11 നടന്ന മുമ്പ് 2000 ആ സംഭവത്തിൽ നടന്ന 9/11 അറ്റാക്ക്, അതിനുശേഷം അതിന് ഏറ്റവും കൂടുതൽ പഴിചാർത്തിയത് ഇസ്ലാമിനെയാണ്. അതുപോലെ തന്നെ മറ്റ് ഹിറ്റ്ലർ പോലുള്ളവർ ചെയ്ത ക്രൂരതകൾക്കെല്ലാം ഓരോരോ മതങ്ങൾക്കനുസരിച്ചാണ് അവർ മതങ്ങളുടെ പേരിലൊക്കെയാണ് പഴിചാർത്തത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, മതങ്ങൾ ഒരിക്കലും ഒരു യുദ്ധത്തിനെയോ ഒരു സംഘർഷത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ചരിത്രം തന്നെ എടുത്താൽ, ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, യുദ്ധത്തിന് പോകുന്ന സമയത്ത് നബിത്തങ്ങൾ കൊടുക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെ ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു വാക്കുകളായിരുന്നു. അതായത് കുട്ടികളെ ഉപദ്രവിക്കരുത്, അതുപോലെ തന്നെ സ്ത്രീകളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുത്, അതുപോലെ തന്നെ ആ നാട്ടിലൊരു മരങ്ങളെ ചെടികളെ പോലും നശിപ്പിക്കരുത് എന്ന രീതിയിലുള്ള ഒരുപാട് മോറൽ വാല്യൂസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നിമിത്തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമിനെ ഇന്ന് ലോകം കാണുന്ന കാഴ്ചപ്പാട് മാറുമായിരുന്നു. കാരണം ഇന്ന് ഇസ്ലാമിനെ കാണുന്നത് തീവ്രവാദ ഇതിലൂടെയാണ്. നമുക്കറിയാം, താലിബാനിസവും അതുപോലെ തന്നെ IS പോലുള്ള തീവ്രവാദ മേഖലയിലൂടെയാണ് ഇസ്ലാം, തീവ്രവാദമാണ് ഇസ്ലാം എന്നാണ്, ഇസ്ലാം ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് ഇതിനർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പലരുടെയും കാഴ്ചപ്പാടുകൾ തന്നെ മാറുമായിരുന്നു. ഇപ്പോ പമേല ഗെല്ലർ എന്ന് പറഞ്ഞൊരു സ്ത്രീ US ഉണ്ടായിരുന്നു. അവര് ജീവിക്കുന്നത് തന്നെ ഇസ്ലാമോഫോബിയ വളർത്തിയിട്ടാണ്. അവരുടെ വരുമാനം തന്നെ ഇസ്ലാമോഫോബിയ പടർത്തുക, അതിലൂടെ ജോലിയായി കണ്ടെത്തിയിട്ടാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം കാഴ്ചപ്പാട് തന്നെ ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് മാറിപ്പോകുമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാർ, മുസ്ലിംസ്, ഇപ്പോൾ ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ കൊണ്ടിരിക്കുന്ന രാജ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ അവരുടെ ഇൻ്റർവ്യൂസ് കണ്ട് നമുക്കറിയാം, ഈ ഇസ്ലാമിലേക്ക് വരുന്ന കൂടുതൽ ആൾക്കാരും മറ്റുള്ളൊരു ജീവിതം കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് ജെഫ്രി എന്ന് പറയുന്ന ഒരു യാത്രക്കാരനുണ്ട്. അപ്പോൾ അടുത്ത് 2-3 വർഷമായി അദ്ദേഹം മുസ്ലിമായിട്ട്. അദ്ദേഹം മുസ്ലിം ആവാനുണ്ടായ കാരണം, അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലൂടെയും പാകിസ്ഥാനിലൂടെ യാത്ര ചെയ്ത് ആ യാത്ര അദ്ദേഹത്തെ മുസ്ലിമായി തീർക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ കൺട്രിയിലെ ഒരു തീവ്രവാദ രാഷ്ട്രങ്ങളാണ്. അവിടെ സമാധാനമില്ല, അവിടെ ഇസ്ലാമിക ഭരണമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾക്ക് പോകാൻ കഴിയില്ല. പക്ഷെ അവിടെയുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവിടെ പോയവർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. അതായത് അവിടെ പോയവർക്ക് ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ വാല്യൂ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇസ്ലാമിൻ്റെ ഈ കാലഘട്ടത്തിലെ കാഴ്ചപ്പാട്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറി ലോകത്ത് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന പല സംഘർഷങ്ങൾക്കും ഒരുപക്ഷെ ഒരു അറുതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് ഖുർആൻ പറഞ്ഞത് വിളിക്കുന്നില്ലേ, അത് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നബിതങ്ങളുടെ സ്വഭാവം എങ്ങാനും മോശമായി കഴിഞ്ഞെങ്കിൽ തങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരെന്താകും, ഓടിപ്പോകുമായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നബിതങ്ങളുടെ ജീവിതം ഒരു മറ്റുള്ളവർക്ക് സന്ദേശമാണ് എന്ന് പറഞ്ഞ സാഹചര്യമല്ലേ? എങ്ങനെയാണ് നബിതങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായി മാറിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് നബിതങ്ങളുടെ ജനനം മുതൽ പിന്നീടുള്ള വഫാത്ത് വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളും ഒരു മാതൃകയാണ്. ഇപ്പോൾ ഇന്ന് ഇസ്ലാമിൽ നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ, ഒരു നന്മയായിട്ട് ഉദ്ദേശിച്ച് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം നബിതങ്ങളുടെ സ്വഭാവമായിരുന്നു. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് നമ്മൾ ഹദിയ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നബിതങ്ങൾ നമ്മൾ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ
നമ്മൾ ഏതൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഏതെങ്കിലും ഒരു രൂപേണ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണക്ട് ആവുന്നുണ്ട്. ജീവിതത്തിന്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും നിബിധങ്ങൾ അതിന് നിമിത്തങ്ങൾ പാഠം നൽകിയിട്ടുണ്ട്. പാഠം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നുണ്ട് നിമിത്തങ്ങളെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം ഇതാണ് നമ്മൾ സുന്നത്തായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിമിത്തങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന നന്മ.